പുതുവത്സര ദിനത്തിൽ കേരളത്തിൽ മാത്രമല്ല ഉത്തർപ്രദേശിൽ നിന്നും ചില നടുക്കുന്ന വാർത്തകൾ കേട്ടു. ലക്നൌവിലെ ഹോട്ടലിൽ അമ്മയെയും 4 സഹോദരിമാരെയും കൊലപ്പെടുത്തിയത് ഒരു യുവാവാണ്. സംഭവത്തിൽ ആഗ്ര സ്വദേശി അർഷാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊലപാതകത്തിന് ശേഷം ഇയാൾ വീഡിയോ ചിത്രീകരിച്ചിരുന്നു. അയൽവാസികളും ഭൂമാഫിയയും വീട് കൈവശപ്പെടുത്തിയെന്നും സഹോദരിമാരെ ലൈംഗിക വൃത്തിക്കായി വിൽക്കാതിരിക്കാനാണ് താൻ കൊലപാതകം ചെയ്തതെന്നുമാണ് പ്രതി അർഷാദ് വീഡിയോയിൽ പറയുന്നത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള കൊലപാതകമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അർഷാദിന്റെ അമ്മ അസ്മ, സഹോദരിമാരായ ആലിയ, അൽഷിയ, അക്സ, റഹ്മീൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ലക്നൌവിലെ നഗ പ്രദേശത്തെ ഹോട്ടൽ ശരൺജിത്തിലാണ് സംഭവം നടന്നത്. 24-കാരനായ അർഷാദ് കൊലയ്ക്ക് ശേഷം വീഡിയോ ചിത്രീകരിച്ചു. ബുദൌനിലെ വീട് അയൽവാസികളും ഭൂമാഫിയയും കൈവശപ്പെടുത്തിയെന്നും സഹോദരിമാരെ ലൈംഗിക വൃത്തിക്കായി കൊണ്ടുപോകുന്നതിനെ പദ്ധതിയിട്ടിട്ടുള്ളതായും വീഡിയോയിൽ പറയുന്നു. കൊലപാതകത്തിന് പിതാവ് സഹായിച്ചുവെന്നും അർഷാദ് വീഡിയോയിൽ പറയുന്നുണ്ട്. അയൽവാസികളുടെ ക്രൂരത കാരണമാണ് കുടുംബം ഈ അവസ്ഥയിലെത്തിയത്. തെരുവിൽ തണുത്തുവിറച്ച് ഉറങ്ങാൻ തുടങ്ങിയിട്ട് 15 ദിവസമായി. ഇനിയും ഇത് തുടരാനാവില്ല. മരണത്തിന് കാരണക്കാരായ നിരവധി ആളുകളുടെ പേരും അർഷാദ് വീഡിയോയിൽ പറയുന്നുണ്ട്. തന്നെയും അച്ഛനെയും കള്ളക്കേസിൽ കുടുക്കി സഹോദരിമാരെ ഹൈദരാബാദിൽ വിൽക്കാനാണ് മാഫിയ ശ്രമിക്കുന്നതെന്നും അർഷാദ് ആരോപിച്ചു. मेरा नाम मोहम्मद अरशद है। आज बस्ती वालों की वजह से उनसे थक हार कर आज मजबूरी में हमने सबने पूरी फैमिली ने एक कदम उठाया है। आज अपने हाथ से अपनी बहनों को और अपने आप को मारा है मैंने। जब पुलिस को वीडियो मिले तो आप एक बार जानिए, इस सब चीज़ों की जिम्मेदारी बस्ती वाले हैं। उन्होंने हमारे घर छीनने के चक्कर में न जाने कितने हम लोग जुल्म कर हमने आवाज़ उठाई, लेकिन हमारी किसी ने न सुनी आज तक। इसलिए मजबूरन आज हमें 10-15 दिन हो गए फुटपाथ पर सो रहे हैं, ठंड में भटक रहे हैं। हम बच्चों को ये नहीं चाहते बच्चे ठंड में भटके, हमारा घर उन्होंने छीन लिया है। ഇയാൾ പറയുന്നതിന്റെ ആധികാരികത പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. അർഷാദ് ആഗ്ര സ്വദേശിയാണെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ വ്യക്തമായതായി പോലീസ് പറഞ്ഞു. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.